Good morning, friends. Have a positive, successful day. I wish you all. Okay, friends. ഞാനിപ്പം നിങ്ങളടുത്തിങ്ങനെ വന്നപ്പോഴേ മോർണിംഗ് എക്സസൈസ് ആൻഡ് വാക്കിംഗ് ആൻഡ് certain yogas. I am now showing the surroundings of my walking place. You see, ഇവിടെ നെൽക്കൊയ്ത പാടങ്ങളാണ്. അതെല്ലാം ഇങ്ങനെ സന്തോഷിച്ച് കർഷകൻ്റെ നെല്ല കൂട്ടിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുമായിരിക്കും എന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ടോ? അപ്പുറം നെല്ലെല്ലാം കഴിഞ്ഞ് വെള്ളവും കയറ്റി താറാവിനെ ഇറക്കി. ഇതൊരു റുട്ടീൻ പ്രോസസ്സാണല്ലോ അല്ലേ? സന്തോഷമല്ലേ ഇത് കാണുമ്പോൾ? യെസ്, ഈ സന്തോഷത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് ഞാൻ പല ഫേസ്ബുക്ക് ചെയ്യുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സൈമണിൽ ഓരോ വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യുമ്പം ഓപ്പൺ സ്പേസിലല്ല, അതൊരു ഇൻഡോർ പ്ലേസിലാണ്. കാരണം ഇച്ചിരി റെസ്പെക്റ്റീവ് ആൻഡ് മോർ ക്രിയേറ്റീവാണല്ലോ അത്. ഫേസ്ബുക്ക് എൻ്റെ ഉള്ള 2.7K ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിപ്പം 1600ഓളം വ്യൂവേഴ്സും ടൈമിങ്ങും ഒക്കെ കഴിഞ്ഞു. ഒരു അക്രഡിറ്റഡ് ഫോമിലായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കൂടുതൽ വരുമ്പോൾ എനിക്ക് കൂടുതൽ പണം കിട്ടും എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് ഇറ്റ്സ് മീ സൈമൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലെ വീഡിയോസ് കാണണം, പല പ്രാവശ്യം കാണണം, ജീവിതത്തിൽ പകർത്തണം. നമ്മളിപ്പം 65ഓളം വീഡിയോ ഉണ്ട്. അത് കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, അത് തൊട്ട് അവരുടെ വിദ്യാഭ്യാസം, ഒരു കൗമാരക്കാരൻ്റെ സ്വപ്നങ്ങൾ എങ്ങനെയായിരിക്കണം, ബിസിനസ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ തൊട്ട് ഇനി വന്നാൽ ഡയബറ്റിക് പേഷ്യൻ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഫുഡ് കഴിക്കണം, എക്സസൈസ് ചെയ്യണം, ലൈഫ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഈ ചൂട് പ്രദേശത്ത് മദ്യപിക്കരുത്, ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ ഫാമിലി ആയിട്ടാണ് കാണുന്നതെന്ന് പറയുന്നത്. അവർ വീഡിയോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീഡിയോ ചാനൽ മക്കളും എല്ലാവരും ഇന്ന് കാണുമെന്ന് പറയും. അവർക്കൊരു ഇൻസ്പിറേഷനാണ്. നിങ്ങൾക്കത് ആസ്വദിക്കാം. ചില ഫ്രണ്ട്സൊക്കെ എന്നോട് നേരിട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ വീഡിയോ ഇന്നത് കാണാൻ പറയും. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പ്രാരംഭമായിട്ട്. ഓക്കെ, ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ സന്തോഷ സംഭവം ഉണ്ടായി. ഞങ്ങളുടെ നാട്ടിലെ ഒരു വളരെ കുലീന കുടുംബമാണ്, സമ്പന്ന കുടുംബമാണ്. അവിടുത്തെ ഇളയ മകൻ്റെ വിവാഹമായിരുന്നു. വിവാഹത്തിന് ഞാനും ഭാര്യയൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച, 2000-2500 പേരുടെ വലിയൊരു സദ്യയായിരുന്നു. പക്ഷേ എന്തൊരു അച്ചടക്കമാണ് ഒരു ഭക്ഷണം കഴിക്കുന്നതേ. ഞാൻ കഴിച്ചെന്ന് ഒരു പൊറോട്ട, 2 റുമാൽ റൊട്ടി, ഒരു ശകലം 2-3 പീസ് മട്ടൺ, 1 പീസ് ചിക്കൻ ഫ്രൈ, 65 വന്നു, ഒരു ബീഫിൻ്റെ ഒരു ചെറിയ പീസ്, അത് ബോണോട് കൂടി വറുത്ത്, ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പം പല ഇതുണ്ട്, കൗണ്ടറുണ്ട്, മെയിൻ മീൽസ് ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, വെജിറ്റബിൾ ഫുഡ്. ഇതെല്ലാം കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ 2000-3000 പേരുണ്ടെങ്കിൽ എല്ലാവരും പ്ലേറ്റിൻ്റെ ഒരു മൂലയിൽ ഒരല്പം ഫുഡ് എടുത്ത് അത് മാത്രം കഴിക്കുന്നു, കൂടുതൽ സംസാരിക്കുന്നു, മിങ്കിൾ ചെയ്യുന്നു, പക്ഷേ ഈറ്റിംഗ് ലെസ്. അതൊരു നല്ല കൾച്ചറാണ്, വിദേശികൾ കാണിക്കുന്ന കൾച്ചറാണ്. തീർച്ചയായിട്ടും എനിക്ക് സന്തോഷം തോന്നി. ഞാനും അത്രേ കഴിച്ചുള്ളൂ. പണ്ടൊക്കെ ആ ചോറൊക്കെ ഒലത്തിറച്ചിയൊക്കെ കൂടി ഒന്ന് അടിച്ചു മാറ്റി. പക്ഷേ ഇപ്പോൾ അതൊന്നും ഇല്ല. പക്ഷെ പഴയൊരു ഹെൽത്തി ആണ് താനും അല്ലേ? വി മസ്റ്റ് ലിമിറ്റഡ് അവർ ഫുഡ് ആഫ്റ്റർ 50 വയസ്സിന് ശേഷം ഭക്ഷണം നിയന്ത്രിക്കണം. വി മസ്റ്റ് ഡു സം എക്സസൈസ് റെഗുലർലി. ഡൂയിങ് സം എക്സസൈസ്, കീപ്പിംഗ് യുവർ ഫുഡ് will help you from diabetic and pressure. Yeah, now even I am in my 64 plus, I am living happily. വേണമെങ്കിൽ എൻ്റെ ഭാര്യ ഒന്ന് എടുത്തുകൊണ്ടൊരു റൗണ്ട് നടക്കാനുള്ള ആരോഗ്യം പോലും ഉണ്ട്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളത് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആരോഗ്യമേ എങ്ങനെ വരും? അല്ലാതെ ഒരു രോഗിയായി മൂലയിരുന്നു അച്ഛാ മരുന്ന് കഴിച്ചോ, അച്ചാച്ച ഇന്ന് കഴിച്ചോ എന്ന് ചോദിക്കുന്നൊരു അതിനെന്തായാലും ഇത്ര രസമായിരിക്കുന്നത്. മറിച്ച് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ എക്സസൈസും വാക്കിങ്ങൊക്കെ നടത്തി ഭക്ഷണം എന്താ ചെയ്യുക, അന്തസ്സായിട്ട് ചുവടാൽ നിൽക്കുക, വേണ്ടി വന്നാൽ ഒരു മകിടം ചാടി ഒരുവൻ്റെ നെഞ്ചത്ത് ചവിട്ടാനുള്ള ആരോഗ്യം വീണ്ടെടുക്കുക, അതല്ലേ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ വൈകിട്ട് അന്തിക്ക് ഒരു 4 കൂട്ടുകാരെ കൂട്ടി ഒരു ടേബിളിൽ അടുത്തിരുന്ന് സൊറ പറഞ്ഞ്
ഒരു കുപ്പി പൊട്ടിച്ച് 1000-1500 കൊടുത്ത് 1500-ൽ 800 രൂപ ടാക്സാണ് കൊടുക്കുന്ന ഓർത്തോണം. എന്നിട്ട് ശരീരത്തെ കേടാക്കി. ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ കുറേ കാലമായിട്ട് റിസർച്ചും പഠനമൊക്കെ ഉണ്ട് ഓരോ കാര്യത്തിൽ. പത്രം എടുത്ത് നോക്കുമ്പം മരണം കാണുന്ന 62, 63, 59 അന്വേഷിച്ച് ചെല്ലുമ്പോൾ എല്ലാം മദ്യം റെഗുലർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. 75, 80, 85, 90, 95 പോകുന്നവരെല്ലാം മിതമായി എക്സസൈസ് ചെയ്യും, മിതമായി ഭക്ഷണം കഴിക്കുകയും ഈ പറഞ്ഞ സേ നോ ടു ടുബാക്കോ, സേ നോ ടു ലിക്വർ, ആൽക്കഹോൾ അങ്ങനെയുള്ളവരാണ്. എനിക്ക് നിങ്ങളൊരു രഹസ്യം പറയാനുള്ളത്, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇപ്പോൾ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഈ പറഞ്ഞല്ലേ യൂറോപ്പിലൊക്കെ അല്ലേ. അവരുടെ ഉയർച്ച കാണണ്ടേ, സന്തോഷിക്കണ്ടേ, നമ്മൾ ജീവിച്ചിരിക്കണ്ടേ. ഈ 60-ആം വയസ്സിൽ പാക്ക് ചെയ്താൽ പറ്റുമോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സേ നോ ടു ടുബാക്കോ, സേ നോ ടു ആൽക്കഹോൾ, ആൻഡ് യു മസ്റ്റ് ഗെറ്റ് അപ്പ് ഇൻ ദി ഏർലി മോർണിംഗ് ആൻഡ് ഡു സം പ്രേയേഴ്സ്, ദെൻ വെൻ ടു വാക്ക്, ദെൻ ഡു സം എക്സസൈസ് ആൻഡ് ഈറ്റ് ലെസ്. എത്ര സൗജന്യമായിട്ട് കിട്ടിയാലും ഓസിൽ കിട്ടിയാലും ആസിഡും കുടിക്കുന്നു പറയുന്നതൊക്കെ പഴയ കാലം, അതൊന്നും പാടില്ല. ഒരുത്തം വിളിച്ച് നീ ഒരു പൊറോട്ട ചിക്കൻ തിന്നാൻ എൻ്റെ മോന് വേണ്ട, എനിക്ക് ഒരു പൊറോട്ട ഒരു പീസ് ചിക്കനും മതി എന്ന് പറയാം. കല്യാണ സ്ഥലത്ത് പോലും അങ്ങനെ തന്നെ. അവിടെ ഇഷ്ടംപോലെ വിളമ്പി വെച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കുക. ഓക്കെ, കീപ്പ് എ ഡിസിപ്ലിൻ ഇൻ അവർ ലൈഫ്, ഇൻ അവർ ഈറ്റിംഗ് ആൻഡ് ഇൻ അവർ ട്രാവൽ. നിങ്ങളൊന്ന് ആലോചിച്ച്, ഓരോ ആഴ്ചയിലും 1000-2000 കൊടുത്ത് കുടിക്കും നിങ്ങൾ. ഓരോ ദിവസവും കുറച്ച് സൂക്ഷിച്ച് വെച്ചാലോ. വർഷത്തിലൊരിക്കലും ഒരു ടൂർ പോവാം ഫാമിലിയായിട്ട്, കൊടൈക്കനാലിലൊന്ന് പോവാം. കൊടൈക്കനാലിൽ പോയി ഏറ്റവും നല്ല മുറി എടുക്കാവുള്ളൂ. ഒരു 4000 കുറഞ്ഞ മുറി എടുക്കരുത്, എടുത്ത് താമസിക്കണം. അതിൻ്റെ സുഖലോലുപത അറിയണമെങ്കിൽ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ്, വൃത്തിയുള്ള ഒരു ആംബിയൻസ് ഉള്ള ഹോട്ടല്, നല്ല ബെഡ്റൂം. അത് തന്നെ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് 4000-5000 രൂപയുടെ 2500 കിട്ടും. അവിടെ ചെന്ന് കൗണ്ടറിൽ ചെന്ന് ബുക്ക് ചെയ്യുമ്പോഴാണ് 4000 പറയുന്നത്. ഓൺലൈനിലാണ് 30%, 40% ഡിസ്കൗണ്ടാണ്. അങ്ങനെ ബുക്ക് ചെയ്ത് താമസിച്ച് എന്നിട്ട് ആ കൊടൈക്കനാൽ ലേക്കിലൊക്കെ പോയി. അപ്പോൾ പെഡർസൽ ബോട്ട്, പണ്ടാണെങ്കിൽ പെഡർസൽ ബോട്ട് പറയാം, അയ്യോ വേണ്ട 450-500. ഇപ്പം നിങ്ങളുടെ ഈ കാശുണ്ട്, 500 കൊടുത്ത് പെഡർസൽ ബോട്ടിൽ കയറും ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ട്. നിങ്ങളുടെ മക്കളുടെയൊക്കെ സ്വഭാവം തന്നെ മാറിപ്പോവും. നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോഴത്തെ റെസ്പെക്റ്റ് പേടിച്ചിട്ടാണ്, ഒരു കാര്യമില്ല. സ്നേഹത്തോടും പ്രാർത്ഥനയോടുമുള്ള ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അത് ഭയങ്കര നിലനിൽക്കും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഞാനിപ്പോൾ ഈ പറയുന്നത് എൽഡേഴ്സിന് മാത്രമല്ല, യങ്ങേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരും നാളെ എൽഡറാകും, ഉറപ്പല്ലേ? ആർക്കും ഓരോ ഘട്ടത്തിലും പക്ഷേ ഒരു കാര്യം മാത്രം നമുക്ക് സന്തോഷം തരുന്നുണ്ട്. ഏറ്റവും പുതിയ കണ്ടുപിടുത്തം പറയുന്നത്, നമ്മൾ 65-70 വയസ്സ് വരെ, 70 തോന്നുന്നു, യങ്സ്റ്ററാണ്. 70 to 85 ആണ് മധ്യവയസ്കൻ. അത് കഴിഞ്ഞാണ് എൽഡറായിട്ട് വരുന്നത്. 85 കഴിഞ്ഞിട്ട് എൽഡർ ആകുന്നുള്ളൂ, അത് ഓർത്തുകൊള്ളണം. ഏറ്റവും പുതിയ പഠനമാണ് ഈ പറയുന്നത്. അല്ല 60 വയസ്സാകുമ്പോഴേ കസേര ഇരിക്കുക, ഉടുപ്പൂരിയിടുക, ആ പണിയൊക്കെ നിർത്തിയാൽ നിങ്ങളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക, സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുക, വീട്ടിൽ കുത്തിയിരിക്കരുത്. ബൈബിളൊരു കാര്യം പറയുന്നുണ്ട്, അവൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടാണ് ആദത്തിന് ഹവ്വായി കൊടുത്തത്, അല്ലേ? എന്ന് പറഞ്ഞ പോലെ നമ്മൾ വീടിനുള്ളിൽ AC ഇട്ടിരുന്ന് അടച്ചിരിക്കാനല്ല നമ്മളെ ദൈവം വിട്ട്. നമ്മൾ ഇറങ്ങണം, പുറത്തോട്ടിറങ്ങി കൂട്ടുകാരുമായിട്ട് വർത്തമാനം പറയണം. ചിലരുണ്ടെന്ന് പണം എല്ലാം ഉണ്ട്, പക്ഷേ വീടിൻ്റെ മുറി ഇരിക്കുക, അവർക്ക് ചെന്നൊന്ന് വർത്താനം പോയി 1/2 മണിക്കൂർ അവരുമായിട്ട് വർത്തമാനം പറയുക, അവർക്ക് സന്തോഷം പകർന്നുള്ളൂ. ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളേത് മതക്കാരനായിക്കോട്ടെ, ഏത് വിശ്വാസി ആയിക്കോട്ടെ, പ്രാർത്ഥിക്കാമല്ലോ. അപ്പം ലൈഫ് കളർഫുള്ളാവും, മീനിങ് ഫുള്ളാവും. ചുമ്മാതെ അപ്പുറം ഉണ്ടടാ, അണ്ട് ടി വിയും കണ്ട് കിടപ്പുണ്ടടാ എന്ന് പറയിപ്പിക്കാതെ വൃത്തിയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം വന്ന് TV കാണും. അപ്പോൾ ആരൊന്നും പറയില്ല. മോർണിംഗിൽ ഒന്ന് നടന്നു, തിരിച്ചു വന്നു, ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ചു, അല്ലെങ്കിൽ വാഴയുടെ ചുവട് നനക്കി, തിരിച്ചു വന്നു, പറമ്പിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് ഒരു 9 മണിയാകുമ്പോൾ കയറി, അല്ലെങ്കിൽ 8:30 ആകുമ്പോൾ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, അത് കഴിഞ്ഞ് നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ആരും ഒന്നും പറയില്ല. ചുമ്മാ എഴുന്നേരം TV മുമ്പിൽ, ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ പോയിരിക്കരുത്. എല്ലാത്തിനും ഒരു മിതത്വം വേണം. അങ്ങനെയല്ലേ പറയുന്നത്? അധികമായാൽ അമൃതും വിഷമാണെന്ന് പറയുന്നത്. ഞാനിതൊക്കെ പറയുന്നേ ഒരു കാര്യവും നിങ്ങൾക്ക് അറിയാൻ മേലാത്തത് ഞാൻ പറയാറില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഏതൊരു അധ്യാപകനും പഠിപ്പിക്കുന്നതും നമുക്കറിയാവുന്നത് തന്നെയാണ്, പക്ഷേ ഇൻ എ ഡിഫറെൻറ്റ് വേ. All the successful persons are following the same methods and same things, same knowledge, which is already founded and it is published. But
The successful persons are doing it different way. That is the point. You see, different way. ഇപ്പോൾ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം പറയുന്നത് എന്താ? എക്സസൈസ് ചെയ്യുകയാണെങ്കിലും ഡെയിലി ഡ്യൂട്ടി ചെയ്യാൻ ചേഞ്ച് ചെയ്യണം. നമ്മുടെ ബ്രെയിനൊരു വർക്ക് കൊടുക്കുക. അങ്ങനെ വന്നാൽ മെമ്മറി കൂടും. ഒരേപോലെ തന്നെ ഒരേ ജോലി ചെയ്താൽ മെമ്മറിക്കൊരു വർക്കില്ല. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അക്കംസ്റ്റഡ് ആണ് ആ ഡ്യൂട്ടി. അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തണം. 70 കിലോമീറ്ററിൽ പോകുന്ന ആൾ 60 ഓടിച്ച് നോക്കണം. 80 പോകുന്ന ആൾ 90 ഓടിച്ച് നോക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്യുമ്പം ബ്രെയിൻ വർക്കാവും. അതിൽ എക്സസൈസ് 40 എണ്ണം ചെയ്തിരിക്കുന്ന ആൾ ഒരു ദിവസം 35 ചെയ്താൽ മതി, അല്ലെങ്കിൽ 28 ചെയ്താൽ മതി, അല്ലെങ്കിൽ 46. ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ബ്രെയിനൊരു വർക്ക് കൊടുക്കണം. അപ്പം ടോട്ടലി നമ്മുടെ എല്ലാ മെഷീൻസും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നെഗറ്റീവ് പറയരുത്. നിങ്ങൾ പറയുന്ന നെഗറ്റീവ് അന്നേരം ഒരു സന്തോഷം നിങ്ങൾക്ക് തരും, പക്ഷേ കേൾക്കുന്ന ആൾ ജീവിതകാലം മുഴുവൻ അപമാനം കൊണ്ട് നടക്കും. അവനിലെ സർഗ്ഗശേഷി പുറത്തെടുക്കാൻ തന്നെ അന്തർമുഖനായിപ്പോൾ അത് ചെയ്യരുത്. അതിനൊന്നും നിങ്ങളുടെ ബൈബിളിലൊക്കെ പറയുന്നത് വലിയ ശിക്ഷയാണ്. ഒരുവനെ കൊല്ലുന്നതിനൊപ്പമാണ് അവനെ തേജോവധം ചെയ്യുന്നതിൻ്റെ ശിക്ഷ. കല്ലിൽ കെട്ടി കടലിലെറിയണമെന്നൊക്കെയാണ് പറയുന്നത്. അത്രയും ഗൗരവമാണ്. സൂക്ഷിച്ച് ഉപയോഗിക്കാവുള്ളൂ വാക്കുകൾ. മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ നമ്മളാരാ? ഒരാളെ വിധിക്കാൻ നമ്മളാരാ? ഒന്നുമല്ല. മറ്റുള്ളവരെ അവരുടെ കഴിവുകൾക്കനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, അഭിനന്ദിക്കുക, അവരുടെ അന്തർമുഖഭാവം വെളിപ്പെടുത്തുക. ഇതൊക്കെ നമ്മളെ ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ചുള്ളതെല്ലാം സാത്താൻ്റെ പരിപാടിയാണ്. നമുക്ക് സാത്താൻ്റെ പരിപാടിയൊന്നും വേണ്ട, നമുക്ക് ദൈവത്തിൻ്റെ പരിപാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, വളരെ ഗൗരവമുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് വരുന്നത്. വളരെ ആലോചിച്ചും കണ്ടും വേണം തീരുമാനിക്കാൻ. ഒത്തിരി കുറുക്കന്മാർ നീല കളറിലും പച്ച കളറിലും മഞ്ഞ കളറിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സൂക്ഷിച്ചോണം. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ. പ്രൈസ് അവർ ലോർഡ്.